കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ ദേശീയ പണിമുടക്ക്. 10 തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബസ്, ഓട്ടോ സർവീസുകൾ ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾ കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കലാലയങ്ങളും അടഞ്ഞുകിടക്കും. കേരളം ശരിക്കും സ്തംഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 30 കോടി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമാകുമെന്ന് സമരക്കാർ പറയുന്നു. തൊഴിലാളി വിരുദ്ധം, കർഷക വിരുദ്ധം, കോർപ്പറേറ്റ് അനുകൂലം, ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമെന്ന് തൊഴിലാളി സംഘടനകൾ വിമർശിക്കുന്നു. കർഷകർ കൂടി സമരത്തിന്റെ ഭാഗമാകുന്നതോടെ ഉത്തരേന്ത്യയിലും സമരം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയും ഹരിയാനയും പഞ്ചാബും ഉത്തർപ്രദേശുമെല്ലാം കർഷക സമരത്തിന്റെ ചൂട് നേരത്തെ അറിഞ്ഞതാണ്. സംയുക്ത കിസാൻ മോർച്ച പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും സമരത്തിന്റെ ഭാഗമാകും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവരുടെ സമരം. വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ കമ്പനികളിലും സമരത്തിന്റെ പ്രചാരണം നടന്നിരുന്നു. വിദ്യാർത്ഥി, യുവജന പ്രസ്ഥാനങ്ങളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ 4 തൊഴിൽ ചട്ടങ്ങൾ ജനവിരുദ്ധമാണെന്നാണ് സമരക്കാരുടെ അഭിപ്രായം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുന്നതുമാണ് പുതിയ ചട്ടങ്ങൾ. അടുത്തിടെ ധാരണയായ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനെതിരെ പ്രതിഷേധം ശക്തമാണ്. പ്രതിപക്ഷ കക്ഷികൾ കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ രാജ്യവ്യാപക സമരം ശക്തമാകും. കേരളത്തിൽ സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ എന്നിവ തുറക്കാൻ ഇടയില്ല. CITU, INTC ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാണ്. സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും സമരത്തെ പിന്തുണച്ചു. വിദ്യാർത്ഥി, അധ്യാപക, അനധ്യാപക സംഘടനകളും ബാങ്ക് യൂണിയനുകളും സമരത്തിന്റെ ഭാഗമാകുന്നതോടെ കലാലയങ്ങളും ബാങ്കുകളും അടഞ്ഞുകിടക്കും. BJP അനുകൂല സംഘടനകൾ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല.